തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവ് വിനായകൻ ആത്മഹത്യ ചെയ്ത കേസിൽ സർക്കാരിനെതിരെ വിമർശനവുമായി വിനായകന്റെ കുടുംബം. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് വിനായകന്റെ അച്ഛൻ സി കെ കിഷൻ 24നോട് പറഞ്ഞു. ഇപ്പോഴുള്ള ആള് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റായിട്ട് ഒരു വക്കീലിനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നുവെച്ചാൽ കേസ് ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് എല്ലാ അപേക്ഷയും കൊടുത്ത് എന്നിട്ട് വീണ്ടും കേസ് ഇവിടെ വന്നിട്ട് പിന്നെ ഈ പ്രൈവറ്റ് വക്കീലിനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള വക്കീലെന്ന് വെച്ചാൽ ആൾക്ക് എനിക്ക് ഈ കേസിന് നീതി കിട്ടില്ല എന്നുള്ളത്. വിനായകൻ്റെ പിതാവ് ജൂലൈ മാസം 4-ാം തീയതി കേരള ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ നടപടി ഇതുവരെ ആയിട്ടില്ല. 2 മാസക്കാലം കാത്തിരുന്നിട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കിട്ടാതായപ്പോഴാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും 2-3 തവണ കേരള സർക്കാരിനോട് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ചോദിച്ചു. പക്ഷേ ഓരോ തവണയും സർക്കാരിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ള വക്കീലന്മാർ ഇത് നീട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ നൽകില്ല എന്നുള്ളൊരു നിലപാടാണ് അവരുടെ സമീപനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. 2017 ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ ദളിത് യുവാവായിട്ടുള്ള വിനായകനെ മരിച്ച നിലയിൽ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തവണ വീഴ്ച ഉണ്ടാകുമ്പോഴും വിനായകന്റെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ദളിത് മുന്നണിയും ഒക്കെ എടുത്ത നിലപാടാണ് ആ കുടുംബത്തിന് അല്പമെങ്കിലും ഒരു നീതി ലഭിക്കുന്നതിലേക്കൊക്കെ പോയത്. നേരത്തെ തന്നെ ഇവർ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു, ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്ന സമയത്തും അന്ന് ഈ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. പിന്നീട് ഇവർ കോടതിയെ സമീപിച്ചാണ് അന്ന് ഈ വിനായകനെ കസ്റ്റഡിയിലെടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം കോടതി നേരിട്ട് ചുമത്തിയത്. വിനായകൻ ഒരു സുഹൃത്തിനോടൊപ്പം സംസാരിച്ച് നിൽക്കുമ്പോൾ അതിന് തൊട്ടു മുൻപ് നടന്ന മാലമോഷണത്തിൽ വിനായകനാണ് പ്രതി എന്ന തരത്തിൽ പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്നായിരുന്നു അന്നുണ്ടായിരുന്ന ആരോപണം. അതിൽ മനോവിഷമത്തിൽ വിനായകൻ ജീവനൊടുക്കിയെന്നാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ല. അപ്പോഴും ഇവർ ഒരു സ്വകാര്യ അഭിഭാഷകനെ വച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. ആ അഭിഭാഷകൻ, അതായത് ധനേഷ് എം മാധവൻ എന്നാണ് ആ അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പരിഗണിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ജൂലൈ മാസം മുഖ്യമന്ത്രിക്ക് കുടുംബം ഔദ്യോഗികമായി തന്നെ ഒരു അപേക്ഷ നൽകുന്നു. പക്ഷേ ആ അപേക്ഷ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതല്ലാതെ അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. 2 മാസക്കാലം ഈ കുടുംബം കാത്തിരുന്നു. പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ച ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവശ്യവുമായി ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് അവിടെ ഹാജരാകുന്ന സർക്കാർ അഭിഭാഷകർ ഇതിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നീട്ടിവെച്ച് കൊണ്ടുപോവുകയാണ്. ഇത് സ്വാഭാവികമായും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കാരണം ഈ കേസ് ഇപ്പോൾ ട്രയൽ കോടതിയുടെ, വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ പ്രോസിക്യൂട്ടർ കാര്യത്തിൽ തീരുമാനമാകാത്തതുകൊണ്ട് തന്നെ വിചാരണ കോടതിക്കും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പ്രോസിക്യൂട്ടറെ നിയമിക്കണം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്ന എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.